വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ഇടാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ വിംഗ പ്ലാന്റിന് ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് വിംഗ പ്ലാന്റിൻ്റെ തൈകൾ തരുമോ, കട്ടിങ്സ് തരുമോ എന്നൊക്കെ. ഞാനിവിടെ പ്ലാന്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ വന്ന് അത് വാങ്ങിയിട്ട് പോകും. അപ്പോൾ എനിക്ക് ഓൺലൈൻ വഴി സെയിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ മദർ പ്ലാന്റ്സിനൊക്കെ ഒരു കട്ടിങ്സ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു പ്രൂണിങ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രൂണിങ് ചെയ്യുന്ന കട്ടിങ്സ് ഓൺലൈൻ വഴി സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ കട്ടിങ്സും സോൾഡ് ഔട്ട് ആണ് കേട്ടോ. എനിക്ക് വന്ന മെസ്സേജുകളിൽ പ്ലാൻസ് ആവശ്യപ്പെടുന്നതിനേക്കാളും കൂടുതൽ കുറേ ഡൗട്ട്സുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള ഒരു ഡൗട്ടാണ് വിൻഗയുടെ കട്ടിങ്സ് പിടിച്ചു കിട്ടുമോ എന്നുള്ളത്. ഏകദേശം 1 ഇയറിന് മുൻപ് വരെ ഇതിനെപ്പറ്റി യാതൊരു അറിവും എനിക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലൊരു യൂട്യൂബ് സെയിൽ വീഡിയോയിൽ നിന്ന് കട്ടിങ്സ് വാങ്ങി തന്നെയാണ് നട്ട് ഈ ഒരു കളേഴ്സൊക്കെ ഞാൻ പിടിപ്പിച്ചെടുത്തത്. നമ്മൾ സെയിലിനിട്ടിട്ടുള്ള പിങ്ക് കളർ വിങ്ക ഒഴിച്ച് ബാക്കിയെല്ലാം കട്ടിങ്സ് വെച്ചാണ് കേട്ടോ ഞാൻ പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വിൻഗയുടെ സ്റ്റെമ്മ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാവേ. ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് ഏറ്റവും നന്നായി എളുപ്പം പിടിച്ചു കിട്ടാൻ വിൻഗയുടെ ഇളം തണ്ടുകളാണ് നല്ലത്. മുറ്റിയ തണ്ടുകളും പിടിച്ചു കിട്ടും, ബട്ട് കുറച്ച് ടൈം എടുക്കുന്നു മാത്രം. ഞാനതിൻ്റെ മുട്ടുകളിൽ നിന്ന് 2 ഇലകൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗമാണ് നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വെക്കുക. ഇപ്പം ഞാനെടുത്തിരിക്കുന്ന മിശ്രിതം ഈക്വലി മണ്ണ്, മണൽ, ചാണകപ്പൊടി, ചകിരിച്ചോറ് ചേർത്തിട്ടുള്ള ഒരു മിശ്രിതമാണ്. ഒരു കുഞ്ഞു ചട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്നും വേണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു നല്ല നീർവാർച്ചയുള്ള മണ്ണോ അല്ലെങ്കിൽ മണലോ മാത്രം മതിയാവും. ഞാനിതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇനിയാണ് പ്രധാന ഭാഗം. ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ മുകളിലുള്ള പൂക്കളും മൊട്ടുകളും ഒക്കെ ജസ്റ്റ് ഒന്ന് നുള്ളിക്കളയുക. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ വേര് വരുന്ന സമയത്ത് ചെടിയുടെ ഹെൽത്ത് ചീത്തയാവാതിരിക്കാനാണ് കേട്ടോ. മൊട്ടും പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എഫേർട്ട് ഫുള്ള് അതിലേക്ക് പോവും. അതുകൊണ്ട് തന്നെ ചെടിയുടെ ഗ്രോത്തും ഹെൽത്തൊക്കെ കുറവായിരിക്കും. അതാണ് കേട്ടോ. ഇനി ഞാൻ ഇങ്ങനെ നട്ട കുറച്ച് ചെടികൾ കാണിച്ചു തരാം. ദേ കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ വളർന്നു വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആ തണ്ട് കളയാൻ മടിച്ച് കാണുന്നിടത്തൊക്കെ ഞാൻ കുത്തി വെക്കും കേട്ടോ. അങ്ങനെ ഉണ്ടായ കുറച്ച് തൈകളാണ് ഇത്. പരിചരണമൊന്നും അധികം ആവശ്യമില്ലാത്ത ചെടികളാണ് വിങ്ക. കുറച്ചധികം ശ്രദ്ധിച്ചാൽ പോയി കേട്ടോ, അന്ന് വിചാരിച്ചാൽ മതി. ഇതാ ഇത് കണ്ടോ, തണ്ട് നട്ട് പിടിപ്പിച്ച് റീപോർട്ട് ചെയ്ത് വലിയ ചട്ടുകളിലേക്ക് മാറ്റിയ ചെടികളാണ്. 2ാമത്തെ തവണ പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകളൊക്കെ വരുന്നുണ്ട്. കുറേ കളേഴ്സ് വിങ്ക നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോഴൊക്കെ വിത്തുകൾ വീണ് മുളയ്ക്കുന്നത് ആ ഒരു എക്സാക്റ്റ് കളർ നമുക്ക് കിട്ടാറില്ല. അതേ കളർ നമുക്ക് കിട്ടണമെങ്കിൽ തണ്ട് വെച്ച് മുളപ്പിച്ച് നിർത്തേണ്ടി വരും. എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഉപകാരപ്രദമാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.